The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, today I would like to start the class with the words of the famous politician and diplomat Benjamin Franklin, and the words are, investment in knowledge pays the best interest. What does it mean? Here Benjamin Franklin says that every successful person has one thing in common, that is, he will try to empower his knowledge through continuous reading. He will try to acquire knowledge continuously, isn't it? So if you want to be a successful person, you have to read. So try to adopt these things in your life, that is, you have to read whatever you are getting and try to empower your knowledge. Here we have a strong follower of the words of Benjamin Franklin. Now, do you want to know who is that? Okay. That is Rishin Prashant of 7th standard. Now let's watch how Rishin Prashant has done his homework in a different way. Okay. Hi guys, I am Rishin Prashant studying in 7th standard. I am going to share about farming. ആലത്തൂരിലെ ഒരു കൊച്ചു ഗ്രാമമായ മേലാർക്കോടിൽ ഇതെൻ്റെ അപ്പൂപ്പൻ്റെ ഒരു കൊച്ചു കൃഷിസ്ഥലമാണ്. കൃഷിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയാനായി എൻ്റെ അപ്പൂപ്പൻ ഇത് അവിടെ അടുത്തുണ്ട്. നമുക്ക് അപ്പൂപ്പനോട് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമായി അറിയാം. അപ്പൂപ്പ, ഈ കീടങ്ങൾ പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? കീടങ്ങൾ പോകാൻ കുറച്ച് ഇപ്പോഴത്തെ പുതിയ മരുന്നുകളൊക്കെ അടിക്കും. ചിലവർ എന്താ പറയുക, ചെണ്ടുമല്ലിയൊക്കെ വയ്ക്കും. പിന്നെ നമ്മുടെ ഇവിടെ എന്താ പറയുക, ഈ മരുന്ന് തന്നെ അടിക്കുക കീടങ്ങൾ പോകാൻ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഈ പഞ്ചഗവ്യം എന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അടിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളവിടെയൊന്നും തുടങ്ങിയിട്ടില്ല കീടങ്ങൾ പോകാൻ. പിന്നെ വേറെ കൃഷി അഗ്രികൾച്ചർ ഫോമെന്ന് അതിലെന്തൊക്കെയോ ഈ മിത്രകീടങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയും ചെയ്യാം. വെള്ളമൊക്കെ എങ്ങനെ കൃഷി സ്ഥലത്തേക്ക് കിട്ടുന്നത്? വെള്ളം കൃഷി പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ക്രോപ്പൊക്കെ ഒന്നാമത്തെ കൃഷിയൊക്കെ നമുക്ക് മഴയെ ആശ്രയിച്ചിട്ടാണ്. ഇതാ കണ്ടത്തൊന്നും വെള്ളമില്ല, മനസ്സിലായില്ല. ഇപ്പോൾ രണ്ടാമത്തേനൊക്കെ നമുക്ക് ഡാം വെള്ളം കിട്ടും. ഇപ്പോൾ മഴയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടേ, ഇല്ല വെള്ളമില്ലാണ്ട് കിടക്കണം. കൃഷിക്കാരിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ പണിക്കാർ കിട്ടുന്നില്ല. ഇപ്പോഴുള്ള പുതിയ തലമുറയൊന്നും ഇല്ല. രണ്ടാമത്തത് മൃഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, മയിൽ, പന്നികൾ ഒക്കെ രാത്രി കൃഷി നശിപ്പിക്കും. ഞാൻ രാത്രി മുഴുവൻ കിടക്കാൻ സൗകര്യം ചെയ്തിട്ട് ഞാൻ രാത്രി നോക്കുകയാണ്, എന്നിട്ടാണ് കൃഷി എടുക്കുന്നത് ഉറപ്പില്ലാണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. പിന്നെ പണിയാൻ ആളില്ല, ഉള്ള പുതിയ തലമുറയൊന്നുമില്ല. ഒക്കെ ജോലി പറഞ്ഞു പോയാൽ കൃഷിയാരെ ചെയ്യുക. ഒക്കെ കൃഷിക്കും വരേണ്ടി വരും, ഒടുവുണ്ട്. അല്ലാണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സന്തോഷമായ നിമിഷം കൃഷിയിലൂടെ എന്തൊക്കെയാണ്? കൃഷി പറഞ്ഞാൽ കൃഷിയൊക്കെ നമുക്ക് പണിയെടുത്താലൊക്കെ ലാഭം തന്നെയാണ്, നഷ്ടമൊന്നും വരില്ല. പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കണം. എല്ലാവരും ജോലി പറഞ്ഞിട്ട് പോയാൽ ഇത് നോക്കാൻ ആളും വേണ്ടേ. പിന്നെ തന്നെ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ ലാഭം, അല്ലെങ്കിലൊക്കെ മോശം തന്നെ, മനസ്സിലായില്ല. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് തന്നെ എൻ്റെ ഒരു 2-3 ഏക്കർ കൃഷിയുണ്ട്. ഇത് നമ്മുടെ കൃഷി സ്ഥലമാണ്. ബുദ്ധിമുട്ടുണ്ട്. എന്താ പറയുക, ശ്രദ്ധയോട് കൂടിയൊക്കെ നോക്കിയാലൊക്കെ ലാഭം തന്നെയാണ്. ലാഭം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് ലാഭം. ഇതിൻ്റെ വേറൊരു അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ നമുക്ക് കൃഷിയെക്കുറിച്ച് വേറെ കാര്യങ്ങൾ
നമ്മോടൊപ്പം പങ്കിടുന്നതാണ്. ആദ്യമായി പാടങ്ങൾക്ക് എങ്ങനെയാണ് വെള്ളം കിട്ടുക? വെള്ളം രണ്ട് രീതിയിൽ കിട്ടുന്നുണ്ട്. കനാൽ വഴി വെള്ളം പാടങ്ങളിൽ എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ കുളങ്ങളിലെ വെള്ളം അടിച്ചിട്ട് നമുക്ക് പിന്നെ ഇറക്കാൻ കഴിയുന്നു. അവിടെ കഴിഞ്ഞാൽ കുഴൽക്കിണർ വെള്ളം ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് കുഴൽക്കിണർ നിർമ്മിച്ചിട്ട് വെള്ളം അടിക്കാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് ഒരു പരിധി വരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കൃഷിക്കാർ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, അതിനുള്ള പ്രതിവിധികളൊക്കെ എന്താണ്? പ്രധാന പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ഈ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാട്ടിൽ നിന്ന് പന്നി, അതുപോലെ തന്നെ പക്ഷിവർഗത്തിൽപ്പെട്ട മയിൽ ധാരാളമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവയെ നമ്മൾ നശിപ്പിക്കാനും പറ്റില്ല, കാരണം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിംഗ് ഉണ്ട് ഒന്ന്. പിന്നെ അതൊരു ജീവിയല്ലേ, ഭൂമുഖത്ത് എല്ലാ ജീവികളും ഉണ്ടെങ്കിലല്ലേ പിന്നെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് കൺട്രോളിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ വല കെട്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിട്ട് പടക്കം പൊട്ടിച്ചിട്ടൊക്കെ അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് ഒന്നും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ കീടങ്ങളൊക്കെ വന്ന് നമ്മുടെ ഇളവുകൾ നശിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള പ്രതിവിധികൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? കീടങ്ങളെ പറ്റി പറയുമ്പോൾ രണ്ട് തരം കീടങ്ങളുണ്ട്. മിത്രകീടങ്ങളുണ്ട്, ശത്രുകീടങ്ങളുണ്ട്. മിത്രകീടങ്ങൾ കൂടുതലുണ്ടെങ്കിൽ വിളവ് കൂടുതൽ ലഭിക്കും. ശത്രുകീടങ്ങളുണ്ടെങ്കിൽ വിളവ് കമ്മിയാവും. അപ്പോൾ അതിന് നമ്മൾ മരുന്നും മറ്റേ ജൈവ കീടനാശിനി പോലുള്ള കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതല്ലെങ്കിൽ ഈ വരമ്പിലൊക്കെ ചെണ്ടുമല്ലി പോലെയുള്ളത്, പിന്നെ പയറൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ കുറേ ജീവികളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചാൽ നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. കൃഷിയിൽ നമുക്ക് കിട്ടുന്ന നേട്ടം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു നിമിഷം അതെപ്പോഴാണ്? കൃഷിയിലെ നേട്ടം പറഞ്ഞാൽ, കൃഷിയിൽ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ, ലാഭകരമായിട്ട് വരണമെങ്കിൽ തൊഴിലാളികൾ നല്ല രീതിയിൽ പണിയെടുക്കണം. ഇപ്പോൾ തൊഴിലാളികൾ പണിയെടുക്കുന്നതൊക്കെ വളരെ കുറവാണ്. പിന്നെ യന്ത്രം കൊണ്ട് കൂടുതലും ഉപയോഗിക്കുകയാണെങ്കിൽ ലാഭകരമാകും. തൊഴിലാളികളെ കൊണ്ട് കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലാഭം കുറവും, ചില സമയത്ത് നഷ്ടങ്ങളുണ്ടാവും. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു, ബൈ. Did you watch the video of fishing? How is it? Amazing work, isn't it? In the previous classes, we have learned about the cultivation of different types of crop varieties, which are the hybrid varieties, what are the methods that we have to adopt for getting superior quality plantets, what are the problems of the agricultural sector, and today we are going to learn about a different topic. Before that, can I ask one question? Do we cultivate food crops only? No, isn't it? Which are the other crops that we are cultivating? Yes, we cultivate plantation crops, isn't it? Plantation crop we will cultivate. Then, yes, pulses and oil seeds, then fibers. And they can cultivate here. Ornamental plants, isn't it? These are some of the varieties, some of the crop varieties which we are cultivating other than food crop. Can you give some examples of ornamental plant varieties? Yes, orchid, anthurium are the ornamental plants that we are cultivating in our area, isn't it? അതുപോലെ തന്നെ can you give some examples for oil seed? ഏതൊക്കെയാ? Yes, groundnut, mustard, palm. These are some of the oil crop which we are cultivating, isn't it? Give some examples for tuber crops. Which are the tuber crops? Yes, tapioca, sweet potato. These are some of the tuber crop which is cultivating in our area. Can you give some examples of fiber crop? Which are they? Cotton, isn't it? Okay, cotton, jute. These are the examples of some of the fiber crops. And today we are going to learn about the important fiber crop which we are cultivating in India. Cotton is an important fiber crop cultivated in India, and we are cultivating this crop for getting thread as well as seed from it. Actually, these cotton balls are the plant product, and we will extract the thread as well as seed from the mature cotton balls.
The thread which we are extracting from the cotton ball is used in garment making in textile industry. Similarly, the seed which is obtained from the cotton ball can be used for making cattle feed, and the same seed can be used for extracting oils from it. The oil which is extracted from the cotton seed can be used as an additive in food items. That is, it is used to increase the flavor of the food item. Similarly, the oil can be used in the industrial purpose also. That is, it can be used in the manufacturing of the candles. Candles in the manufacturing വേണ്ടിയിട്ട് നമ്മൾ cotton oil cotton seed oil ഉപയോഗിക്കുന്നുണ്ട്. Okay. Jute is another important fiber crop cultivated in India, and India is the second largest producer of the jute in the world. And we are cultivating jute for getting thread from it. Okay. How do we get the thread from it? For that, we have to keep the jute sheaves in water for some day. When it gets rated, at that time we have to take it out, and we can beat it with some heavy object. When we will continuously beat it with some heavy object, the thread can be obtained from the jute sheaves. The obtained thread can be used for making sacks, അതുപോലെ തന്നെ sweaters, carpets, all those things. And another important fiber crop variety is coconut tree. Okay, coconut tree is a fiber crop variety, and from that crop variety we can extract coir. How do we obtain the fibers from the coconut husk? For that, we have to keep the coconut husk in water for some day. When it start to decay, at that time we can take it out from the water, and we can beat it with some heavy object. At that time, the fibers can be easily separated from the coconut husk. And these fibers can be used for making carpets, floor mats, rope, etc. Now, can you look at the picture? What did you see there? Yes, you can see an agricultural field, a home, a cattle shed, a pond, a biogas plant, a vegetable garden. Isn't it? These are some of the things which is given in that picture. Isn't it? Here, the farmer is incorporated more than one field of agriculture. That is, vegetable garden is there in that area, a fish pond is there in that area, and duck coop is there. Cattle are there in that area. We can call this special kind of agricultural practice as integrated farming. Okay. Integrated farming is a kind of agricultural practice in which we will cultivate plant varieties along with the livestock. That means plant varieties can be cultivated, along with that animals can also be maintained in the farming area. And what are the advantages of this method? Here, as you see in the figure, when we will practice this method, we can utilize the maximum available resources in that area. That is, we can utilize the resources to its maximum extent. Here, which are the resources? Sunlight, water, nutrient content, like that different resources are there. These resources can be utilized to its maximum extent. ഈ റിസോഴ്സസിനെ എല്ലാം നമുക്ക് മാക്സിമം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് the main benefit of integrated farming. In addition to this, the amount of waste produced in this method will be less. You can see, isn't it? The waste from one area can be used in other area. Here you can see the waste produced in the cattle shed is putting inside the biogas plant. Similarly, the waste from the home is also putting inside the biogas plant. Waste from other areas are also putting inside the biogas plant. Gradually, these waste will decompose inside the biogas plant, so that the amount of waste produced during the farming will be very less. So, if the amount of waste material is less, then the rate of pollution will also be less, isn't it? Rate of pollution is less. If the rate of pollution is less, we can call such method as an eco-friendly method. Eco-friendly method ആണ് നമുക്ക് പറഞ്ഞു. So what are the other benefits of integrated farming? Due to the maximum use of such kind of available resources, we can produce maximum yield from that. That is, the amount of materials produced during, and the amount of crop produced through this method will be maximum. The output of this method will be maximum.
If the output is maximum, what will be the profit of that? Can you think about the profit? The profit will also be maximum. Okay, so we will get maximum yield from such kind of agricultural practice. Along with that, we will get maximum profit from that. In addition to that, this kind of method can maintain the fertility of the soil. That means can maintain the soil in the fertile condition itself. Why? Because here these are organic waste material. This organic waste material will decompose in that area, and it will increase the growth of certain decomposing bacteria. So if the amount of decomposing bacteria in the soil is increases, what will happen? Then naturally the fertility of the soil will also increase, isn't it? In short, we can say that these kind of integrated farming can increase the fertility of the soil by increasing the number of decomposing bacteria present in the soil. Okay, do you have any doubt? Okay, now I told you about the important advantages of integrated farming, isn't it? So what are the important benefits of this? What are the advantages of integrated farming? The first one is integrated farming will utilize the maximum available resources of that area. The second thing is the amount of waste produced through this method will be very less, so that the rate of pollution will also be very less. It is an eco-friendly method. It won't cause any harm to any organism which is living in that environment, isn't it? Here we are not using any kind of chemical pesticide or chemical fertilizer, such kind of thing. Instead of that, we are completely dependent on the natural things which is available in that area. So it is an eco-friendly method. And next thing, we will get maximum yield from this kind of cultivation. If you are getting maximum yield from such kind of cultivation, the profit will also be maximum, isn't it? In addition to that, it will help to increase the fertility of the soil by increasing the number of decomposing bacteria which is present in the soil. So these are the important benefits of integrated farming. Now, shall we move on to the question which is given below the picture? What is the first question? How are cattle rearing and paddy cultivation related? How is it related? As you see in the figure, the straw obtained from the paddy can be given to cattle, and the excreta of the cattle can be put it in the biogas plant for getting biogas from it. So how it is related? The straw obtained from the paddy cultivation can be given to cattle as a cattle feed. The excreta which is produced from the cattle can be used in biogas plant for the production of biogas in it. Isn't it? And what is the second question? How are the organic waste from the homes and agricultural fields are utilized? How do they utilize this waste from the home as well as agricultural field? Here you can see the lady is putting the waste from the home in biogas plant, isn't it? Similarly, cow dung is also putting inside the biogas plant. In short, the waste from the home as well as the waste from the cattle shed are putting inside the biogas plant. What is the benefit of that? This kind of waste material will decompose inside the biogas plant, and which will result in the formation of biogas. This biogas can be used in the home for cooking purpose. So the waste can be effectively managed inside that area itself, inside the agricultural field itself, isn't it? Here you can see efficient waste management system in that agricultural field, isn't it, children? Okay. Now go to the third question. What can be the use of slurry formed after the production of biogas? I will repeat once more. What can be the use of slurry formed after the production of biogas? So what is meant by slurry? Slurry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റിൻ്റെ ഡീകമ്പോസിഷൻ വഴി ഫോം ചെയ്യുന്ന ചളി പോലെയുള്ള ഭാഗത്തിനെ എന്താ പറയുക? സ്ലറി എന്ന് പറയും. ഓക്കെ, സോ what was the question? What can be the use of slurry formed after the production of biogas? You can see in the figure itself, isn't it? The slurry can be used in the vegetable garden. The slurry can be released into the vegetable garden
where it will be a fertilizer for the vegetable plants. Okay, vegetable plants ne oru nalla fertilizer aayittu maaruvകയും ചെയ്യും in the slurry. Understood children? Okay. Now you can see a duck coop just above the fish pond. Did you see that? Yes, you can see the duck coop just above the fish pond. So what is the advantage of placing such a duck coop above the fish pond? When we will keep a duck coop above the fish pond, the food remainings of the duck will fall into the water body and it will be the food for the fishes, isn't it? Along with that, the duck droppings from that coop can be fall into the water body and it will facilitate the growth of the aquatic plants in the water body. And these aquatic plants will be a food for the fishes. So the growth of the fish will become faster. Why? Because of the presence of large amount of food material in the water body. Okay. And in addition to that, insects, frogs, and all those things will also increase inside the water bodies. If the amount of decomposing material is increasing in the bottom of the water body, what will happen? It will facilitate the growth of algae inside the water body. And will facilitate the growth of aquatic plants inside the water body. Growth of these kind of aquatic plants and algae will facilitate the growth of other insect which is present inside the water body. If the conditions are favorable for the growth of frog and insect, such kind of thing, these kind of organism will also grow inside the water body, and this can also facilitate the growth of the other organism through the food chain. Understood? Okay, what is the advantage of placing duck coop above the fish pond? When we will keep the duck coop above the fish pond, the food remainings of the duck will fall into the water body and it will be a food for the fishes, so that it can facilitate the growth of the fishes. Thirdly, the duck dropping can also be fall in the water body. This will decompose inside the water body, and the decomposition will facilitate the growth of some aquatic plants. These aquatic plants will be a food for the smaller fishes. Okay, and in addition to that, the presence of this kind of smaller fishes will facilitate the growth of other smaller organisms which depend the fish. Okay, in short, we can say that the maintenance of duck coop and fish pond in that area will increase the yield from agricultural sector. Okay. You might have seen the rearing of cattle like cows and buffaloes along with the paddy cultivation, isn't it? Similarly, you might have seen the cultivation of fodder grass among the coconut field. As I told you earlier, when we will cultivate these kind of plants together, the straw obtained from the paddy and the bran which is obtained by the husking of the grains can be used as cattle feed. These are the major benefits of this kind of traditional agricultural practice. Hope you have understood the topic well. Now I am going to wind up the class. If you have any doubt, please contact me. I will be here.